ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നേക്കുന്നത്. ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ്. നമ്മൾ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നീ കറി വയ്ക്കും, ഇല്ലെങ്കിൽ ബിരിയാണി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യും. ഇതൊന്നുമല്ലാതെ നമുക്ക് അധികം സ്പൈസസ് ഒന്നും ഇടാതെ ഒരു അടിപൊളി ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഈ ഡിഷ് ഉണ്ടാക്കാൻ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, എരിക്ക് ആവശ്യത്തിനനുസരിച്ച് കുരുമുളകും ഉപ്പും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ഒരു 1 അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിവിടെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഒറിഗാനോ ഓപ്ഷനിലാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അതിടണ്ട, പക്ഷേ അതിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അതവിടെ അടച്ചു വെച്ചു. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ നമുക്ക് ബ്രോക്കോളി വേണം. ബ്രോക്കോളി ഇവിടെ ഞാൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ആ ബ്രോക്കോളി ചൂട് വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. എന്നിട്ട് ക്യാപ്സിക്കം, ഗ്രീന്, യെല്ലോ, റെഡ്, ഇത് 3 കൂടെ എടുക്കണം. പിന്നെ ഞാനിവിടെ ഇത് യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലും ബട്ടറും കൂടാണ് ചേർത്തേക്കുന്നത്. വെളിച്ചെണ്ണയും വേറെ സൺഫ്ലവർ ഒന്നുമല്ല. അപ്പം ഈ ബട്ടറും ഒലിവ് ഓയിലും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഉള്ളി, സവാള ചെറുതായിട്ട് കട്ട് ചെയ്യണം. നീളത്തിലല്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം ഈ ബ്രോക്കോളിയും ഈ ക്യാപ്സിക്കം എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്, ഈ ബ്രോക്കോളി ഇത്രയും പീസസിൽ വേണം, ഇത്ര ബിഗ് പീസസിൽ വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഇത് അധികമായിട്ട് വേവിക്കരുത്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, വേറെ ഇഞ്ചിയൊന്നും ഇട്ട് കൊടുക്കത്തില്ല. പിന്നെ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവശ്യമുള്ളവർ ഇടുക, പക്ഷേ നമുക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ തക്കാളി ഇട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയും ആവശ്യത്തിനാണെങ്കിൽ കുരുമുളക് കൂടിയാണ് എരിക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ ബേസിൽ ലീഫും ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇവിടെയും ഞാൻ കോൺഫ്ലവറിൻ്റെ കലക്കിയിട്ട് ആ വെള്ളത്തോടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതൊഴിച്ചു കൊടുത്തു. ഇതൊരു അടിപൊളി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിതൊക്കെ ഹോട്ടലിൽ പോയിട്ടാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ പേര് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. വീട്ടിലിത് ആരും ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനും ഒലിവ് ഓയിലും ബട്ടറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ 1 മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കനിൽ സോയാ സോസും ആ കോൺഫ്ലവറും എല്ലാം കൂടെ പിടിച്ചിട്ട്, വെളുത്തുള്ളി എല്ലാം കൂടെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇവിടെ ഇപ്പോൾ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ഡീപ്പ് ഫ്രൈ ആകരുത്. ഇതെന്നിട്ട് നമ്മൾ ബ്രോക്കോളിയൊക്കെ വഴറ്റി വെച്ചേക്കുന്നതിനകത്ത് ഈ ചിക്കൻ അതോടെ ഇടണം. അതിനകത്തുള്ള ബട്ടറും ബാക്കി വന്ന ഓയിലും എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് ഇടണം. അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അധികം സ്പൈസൊന്നും ഇല്ലാതെ, പിന്നെ എരിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതിൻ്റെ എരി ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ബന്ന്, ബ്രെഡ് അതൊക്കെ കഴിക്കാം. പിന്നെ വയറിനൊക്കെ നല്ല സുഖമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഡിഷാണ്. വൈറ്റമിൻസൊക്കെ കൂടുതലുള്ളതാണ്. ഈ ബ്രോക്കോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറ്റമിൻസൊക്കെ ഉള്ള സാധനമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.